എഫെസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 20-21 എഫിഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20 and 21 വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വചനത്തെ ശ്രദ്ധിക്കുക. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. എല്ലാവരും ശ്രദ്ധിച്ചോണം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ഒരിക്കൽ കൂടെ പറഞ്ഞ ശക്തിയാൽ കഴിയുന്നവന്. ഗോഡ് ഈസ് ഏബിൾ. ഇന്നത്തെ മെസ്സേജ് ഇതാ, കഴിയുന്ന ദൈവം, സാധിപ്പിക്കുന്ന ദൈവം. എന്നാൽ നാം ചോദിക്കുന്നതിനും നാം നനയ്ക്കുന്നതിനും അത്യന്തം പരമായി. ചോദിക്കുക, നനയ്ക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനും നാം പ്രത്യാശിക്കുന്നതിനും നാം സ്വപ്നം കാണുന്നതിനും അപ്പുറമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അങ്ങനെ തന്നെ. നമ്മൾ വായിച്ചത് നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി. ചോദിക്കുന്നതുണ്ട്, പ്രാർത്ഥന നമ്മൾ ചോദിക്കുന്നുണ്ട്. അടുത്തത് നാം നനയ്ക്കുന്ന, ചിന്തിക്കുന്ന, നാളുകളിൽ നടക്കുമെന്ന് പ്രത്യാശിക്കുന്ന. അപ്പോൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറം പ്രവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം. ഇതിലേക്ക് വരാൻ പോകുകയാണ്. വളരെ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ വചനങ്ങളും അനുഗ്രഹമാണ്. പക്ഷേ ചില വചനങ്ങൾ അതിശക്തമായി ദൈവം ഭയങ്കര വെളിപ്പാട് തുറന്ന് നമുക്ക് തന്ന വചനങ്ങളുണ്ട്, അധ്യായങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. എന്താണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം? അതിന് വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ സ്കോളേഴ്സ്, വേദശാസ്ത്രന്മാർ, പിതാക്കന്മാർ അതിനെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് സ്വർണ്ണ കനിയാണ്. എന്താണ് ഈ സ്വർണം? ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ കുഴിച്ചെടുക്കത്തില്ല. ഇങ്ങനെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി കുഴി കുഴിച്ചാൽ എന്തുവാ കിട്ടുന്ന? അടിയിൽ ആ സ്വർണത്തിന്റെ തരികൾ പോലത്തെ സംഭവങ്ങളാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത് കുഴിക്കുന്നതനുസരിച്ച്, ഇത് വായിക്കുന്നതനുസരിച്ച് ഒരു സ്വർണം ഏറ്റവും വിലപിടിപ്പുള്ള ഗോൾഡ് ലഭിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ അപ്പുറമാണ് ഈ വചനം. ഒരു ക്രിസ്തു വിശ്വാസി വായിക്കുമ്പോൾ അവന് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം അതിന്റെ അർത്ഥം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായം, മൂന്നിൽ നമ്മൾ വായിച്ചത്. 3-ാം അധ്യായം ഒരു തിരശീല വീരുന്ന, അതാണ് ഈ ആമീൻ എന്ന് പറയുന്നത്. ആമീൻ നമ്മൾ സാധാരണ ഈ ഇടയ്ക്ക് പുതിയ നിയമങ്ങൾ അങ്ങനെ എപ്പോഴും കാണാറില്ല. ആമീൻ ആമീൻ യേശു പറയുന്നു എന്നൊക്കെ പറയും. ഇതുണ്ടോ, ഒരു അധ്യായം തീരുമ്പോഴല്ല, ഒരു അധ്യായത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? ആമീൻ എന്നും. അതിനകത്തൊരു അർത്ഥമുണ്ട്. അതായത് ഈ 1, 2, 3 അധ്യായങ്ങൾ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സമ്പന്നത, ക്രിസ്തുവിൽ നമ്മൾ ആരാണ്, നിനക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്, ഇപ്പോൾ നീ ആരാണ്, നിന്റെ അവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ് 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായം. അതാ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, ക്രിസ്തയേശുവിൽ സകല അനുഗ്രഹത്താലും നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ചിലപ്പോൾ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചിട്ടും പലർക്കും ഒരു ചിന്തയുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വല്ലാത്ത അവസ്ഥയിലാണല്ലോ ഞാൻ കടന്നു പോകുന്നത്. ഇരുട്ടിന്റെ പോരാട്ടമായി ചില മണ്ഡലമുണ്ട്, അത് മാറ്റിവെക്ക്. അപ്പം നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ അവസ്ഥ കണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ബൈബിൾ പറയുന്നു നമ്മുടെ പുറത്തെ അവസ്ഥകളുടെ ഏറ്റക്കുറച്ചിൽ വെച്ചല്ല, ക്രിസ്തുവിൽ നാം എല്ലാവരും എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അവന്റെ മക്കളായ അവകാശികളായി. അതാ 2-ാം അധ്യായത്തിൽ പറഞ്ഞ്, മുമ്പേ ദൂരസ്ഥരായിരുന്നു, നിങ്ങൾ ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നു? സമീപസ്ഥരായി. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നീ അന്യനല്ല, പരദേശിയല്ല, അവകാശിയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സകലരോടും ഇനി ഒരു വിദൂരതയുടെ ദൈവത്തെ വിളിക്കുന്നവരല്ല നമ്മൾ. കാരണം വിശ്വാസി ആയതിനു ശേഷം വിദൂരതയുടെ ദൈവത്തെ ചിന്തിക്കുന്ന ചിന്തയല്ല. യേശു ക്രിസ്തുവിൽ
വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അവകാശത്തോടെ അധികാരത്തോടെ അപ്പന്റെ സന്നദ്ധിയിൽ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നീ അനുഗ്രഹിക്കപ്പെട്ടതാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഇത് അകത്തോട്ട് കയറുമ്പോൾ എന്തൊരു വലിയ മഹത്വമാണ്. അപ്പം ക്രിസ്തുവിൽ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന മഹത്വം, ആ ഒരു ധനത്തെയും വെളിപ്പെടുത്തുന്നതാണ് 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം. ഈ അടുത്ത് അതുകൊണ്ടാണ് ആമീൻ പറഞ്ഞിട്ട് പിന്നെ 4-ാം അധ്യായവും 5-ാം അധ്യായവും 6-ാം അധ്യായം എന്ന് പറയുന്നത് ആ ധനത്തെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ പ്രായോഗികരമായി നമ്മൾ ജീവിക്കാമെന്ന് കാണിക്കുന്നതാണ്. എന്തോ പറയുന്നതാണ് 4-ാം അധ്യായവും 5-ാം അധ്യായവും 6-ാം. അതായത് നീ ആരാണെന്ന് മനസ്സിലാക്കി തരുന്നു, എന്നിട്ട് അതനുസരിച്ച് എന്തോ ചെയ്യണം, ജീവിക്കണം. ഇപ്പൊ നമ്മള് വലിയ ഉന്നത പൊസിഷൻ ഉള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടല്ലേ? ഉന്നത പൊസിഷൻ ഉള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ്, ഗവർണർമാര്, പ്രധാനമന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, ഇങ്ങനെ ഉന്നത ലെവലിൽ ഇരിക്കുന്നവര് നമ്മൾ ഈ കാണുകയും കളിക്കുകയും പിടിക്കുകയും ചെയ്യുന്ന പോലെ എല്ലായിടത്തും അവരെ നമ്മൾ കാണാൻ പറ്റുമോ? ഇല്ല. എന്താണ്? അവർക്ക് അവരാരാണെന്നറിയാം. എന്തറിയാം? അവരുടെ പൊസിഷൻ എന്താന്ന് മനസ്സിലായതിനു ശേഷം ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഗവർണർ ഇങ്ങോട്ട് വരണമെങ്കിൽ പുള്ളിക്ക് തോന്നുന്ന പോലെ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഗവർണറെ എനിക്ക് ഇഷ്ടമുള്ള അല്ല. പുള്ളി ഇപ്പൊ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, അറിയിക്കേണ്ടവരെ അറിയിച്ച്, ഇവിടുത്തെ ലോക്കൽ പോലീസിൽ അറിയിച്ച്, പുള്ളിക്ക് അതിൻ്റെതായ ക്രമീകരണം അനുസരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരാം. എല്ലാത്തിനും എന്തോ ഉണ്ട്, ഒരു പ്രോട്ടോകോൾ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ കിട്ടി? കാരണം അദ്ദേഹം ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ്. അതിന് പ്രധാനമന്ത്രി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, എന്തുമായിക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരാൻ പറ്റും. അതിനെല്ലാത്തിനും എന്തുണ്ട്, നിയമങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്, റെഡിയുണ്ട്. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ തന്നെ അത് എന്തുകൊണ്ടാണ്? അവരാരാണെന്ന് അവർ തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിഞ്ഞാണ് അവരെന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നതാണ് 1, 2, 3 അധ്യായങ്ങൾ. അത് കഴിഞ്ഞ ശേഷമാണ് ക്രിസ്തുവിൽ ഹല്ലേലൂയ നമുക്ക് എങ്ങനെ ജീവിക്കാമെന്ന് പറയുന്നതാണ് 5, 6 അധ്യായങ്ങൾ. 4, 5, 6 അധ്യായം. ഇനി ശ്രദ്ധിക്കണം, നമ്മളിവിടെ വായിച്ച ഈ വാക്യം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഇതെന്താണ്? ഒരു പ്രാർത്ഥനയാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകിച്ച് ഈ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ, ഞാൻ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ഹൃദയത്തിലോട്ട് ഇടാൻ വേണ്ടിയാണ് ഒന്ന് അന്തരീക്ഷം പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. എന്നിട്ട് ദൈവം തന്ന ദൂതിലേക്ക് കയറി നമ്മൾ പ്രെയർ ചെയ്യാൻ പോവാം. ദൈവം ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഇടപെടും. ഈ എഫെസ്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. 1-ാം അധ്യായത്തിൽ എന്തുണ്ട്? ഒരു പ്രാർത്ഥനയുണ്ട്. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന എന്താണെന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. 16, 17, 18, 19 പിന്നെ വായിച്ചാൽ മതി. ഹല്ലേലൂയ. നമുക്ക് 16 തൊട്ട് വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തോത്രം ചെയ്ത് നമ്മുടെ വിളിയും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയും തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഹൃദയദൃഷ്ടി പ്രകാശിച്ച്. ആ 17 മാത്രം ഒന്ന് വായിച്ച. 17 മാത്രം. 17, 1-17. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. മതി. പ്രാർത്ഥന കണ്ടോ? ക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള ആ വെളിപ്പാട് കിട്ടണം. നിന്റെ ഹൃദയദൃഷ്ടി എന്തോ ചെയ്യണം? കണ്ണ് നല്ല കാഴ്ചയായിരിക്കും. കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ സർജറി ചെയ്യോ നല്ല ലെൻസ് ഇട്ടിയോ ഒക്കെ ചെയ്ത് കാഴ്ച കിട്ടും. പക്ഷെ ഹൃദയത്തിന്റെ കാഴ്ച എന്ത് ചെയ്യണം? ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അത് പ്രകാശിച്ചാലേ നിന്റെ വിളി എന്താണെന്നും വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നും നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്തെന്നും നീ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥന വിഷയം, നേരത്തെ ഒരു പ്രാർത്ഥന വിഷയം നമ്മൾ പറഞ്ഞു. എന്നെ രക്ഷിപ്പാനും ഞാൻ പോകുന്നത് കൊടുക്കുന്നത് അവർക്കത് സ്വീകാര്യമാകാനും പ്രാർത്ഥിക്കുന്നു. അതേപോലെ അടുത്തൊരു ഘട്ടത്തിന്റെ പ്രാർത്ഥനയാണ്, കർത്താവേ ആ ഹൃദയ ദൃഷ്ടി ഒന്ന് എങ്കിലേ നിന്റെ വിളി എന്താണെന്നും ആശയം എന്താണെന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലേ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. അത് 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയാം. ആ പ്രാർത്ഥന
ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഈ 3-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആള് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്കും വേണ്ടി. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയിൽ തുടങ്ങി, പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥനയെ തുടരുന്നു, പ്രാർത്ഥനയിൽ അവസാനിക്കുന്ന ഓരോ അധ്യായങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ എഫേസ്യർ പറ്റും. ഇനി നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇനി ശ്രദ്ധിച്ചോണം. അതിന്റെ 14 മുതൽ നമ്മളത് വായിക്കാൻ പോവുക. 3-ാം അധ്യായം 14 മുതൽ ഇന്നത്തെ ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഇന്ന് ഉപവാസ പ്രാർത്ഥനയെ നിങ്ങളോട് സംസാരിക്കുന്ന ആലോചന കൈമാറുന്നു. 14 തൊട്ടൊന്ന് നിർത്തി വായിച്ച സിസ്റ്ററെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. കേട്ടോ, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണമായ സകലത്തിന്റെ കാരണഭൂതൻ, സകലത്തിനെ സൃഷ്ടിച്ച ദൈവം, ആ കർത്താവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. കണ്ടോ, അടുത്തത് ഇവിടെ ഒരു കാര്യം പറയുന്നു. ഈ പ്രാർത്ഥനയിൽ എന്തോ പറയുന്നേ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി, എന്തോ മനുഷ്യനുണ്ട്. നമ്മളെന്ന മനുഷ്യന്റെ അകത്ത് ഏത് മനുഷ്യനുണ്ട്? അകത്തെ, ഉറക്കെ പറ, അകത്തെ മനുഷ്യനുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, അകത്തൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞേ. അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്തോ ചെയ്യണമെന്നാ പറയുന്നേ? ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയെ ജീവിതത്തിൽ നിനക്ക് ജയകരമായി മുന്നേറാൻ പറ്റത്തില്ല. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടില്ല. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും നമ്മളെല്ലാവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നവരാ. ഇന്നത്തെ പോലെയാണോ നാളെ? അല്ല. നാളത്തെ പോലെയാണോ മറ്റന്നാള്? അല്ല. ഓരോ ദിവസവും വ്യത്യസ്തമായ ഇടപെടലുകൾ, വ്യത്യസ്തമായ സംഭവ ബഹുലമായ ലോകത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങളെ ഫേസ് ചെയ്യണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ തകർന്നു പോകാൻ ഇടയാകും, അവൻ നിരാശപ്പെടാൻ ഇടവരും, ദൈവത്തിന്റെ വഴി വിട്ടുമാറാൻ ഇടയാകും. കാരണം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ആരായി? യേശുവിനെ സ്വീകരിക്കുമ്പോൾ അകത്തൊരു കുഞ്ഞു ജനിക്കുന്ന പോലെ, ഹല്ലേലൂയ, ഒരു പുതിയ സൃഷ്ടിയായി ഒരു ജനനം നടന്നു. അകത്തൊരു മനുഷ്യനുണ്ട്, അത് വളർന്ന് ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് പറയുമ്പോഴും നിങ്ങളുടെ അകത്ത് എന്തോ ചെയ്യുന്നത്? അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. ഹല്ലേലൂയ. പുറത്തെ മനുഷ്യനെ ബലപ്പെടുമ്പോൾ തന്നെ അത് വേണം. അത് വേണ്ടെന്നാണോ? അത് വേണം. കാരണം അതിനെ നമ്മൾ നോക്കണം. അതിന്റെ അകത്താണ്, ഈ മൺകൂടാരത്തിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? അത്യന്ത ശക്തി ദൈവം പകർന്നിരിക്കുന്നത്. ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഓടാൻ പറ്റൂ, ശരീരത്തിന് നല്ലൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ, പ്രവർത്തിക്കാൻ പറ്റൂ. എന്തിനും അപ്പൊ അതും വേണം. പക്ഷെ പുറത്തെ മനുഷ്യൻ ബലപ്പെട്ട് ശുഭവും സുഖവുമായി ഇരിക്കുന്നതിനേക്കാൾ അപ്പുറം അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ബലപ്പെട്ടിരിക്കണം. പലപ്പോഴും നിരാശ കയറാൻ, പലപ്പോഴും വേദന കയറാൻ, പലപ്പോഴും മടുത്തു എന്ന് പറയാൻ കാരണം അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ ഇട വരുന്നില്ല. പക്ഷെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ വിളിയാലുള്ള ആശ മനസ്സിലാക്കിയിട്ട്, ഹല്ലേലൂയ, ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. മീറ്റിംഗിൽ ഇരിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ചു വരിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യമുണ്ട്, പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട്. ഇല്ലെന്നല്ല, നമ്മൾ ഒന്നിച്ചു വന്നിരിക്കുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞ 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഒന്നിച്ചു വരുമ്പോൾ തന്നെ ഒരു സാന്നിധ്യമുണ്ട്. പിന്നെ ശക്തമായി തലേന്നും പിറ്റേ ദിവസവും രാവിലെയൊക്കെ ആത്മാവിൽ പ്രാർത്ഥിച്ചും പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ ഇങ്ങനെ ദൈവ സാന്നിധ്യം എന്തോ ചെയ്തോണ്ടിരിക്കും? വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ നിങ്ങൾക്ക് ആശ്വാസം വരും, ആത്മാവിന്റെ സ്പർശനം വെളിപ്പെടും, ദൈവശക്തികൾ നമ്മൾ
ആരാധിക്കും, ദൂതുകളെ നമ്മൾ സ്വീകരിക്കും, നമുക്കൊരു ആശ്വാസം ഫീൽ ചെയ്യും, അപ്പോൾ തന്നെ ശരീരങ്ങളിൽ വിടുതൽ വരും. ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ഇത് കഴിയുമ്പോൾ, മീറ്റിംഗ് ആശീർവാദം കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, ജീവിത സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അവിടെ വേണ്ടത് അകത്തെ മനുഷ്യന്റെ ബലമാണ്. അവിടെ വേണ്ടത് എന്താണ്? അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങളുടെ അകത്തെ മനുഷ്യനും കൂടെ എന്തോ ചെയ്യണം? ബലപ്പെടണം. ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. സത്യം പറഞ്ഞ ക്രിസ്തു നമ്മുടെ പുറത്തെ ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അപ്പുറമായി, അത് കൊടുക്കണ്ടല്ല, അത് കൊടുക്കണം, അതുകൊണ്ടല്ലേ നമുക്ക് ഭൂമി ജീവിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ അപ്പുറമായി അകത്തെ മനുഷ്യന്, അതാണ് ഈ ദൈവ സാന്നിധ്യവും പ്രാർത്ഥനയും വചനവും വചനദാനവും ആത്മനിറവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വചനം വായിച്ച് നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്നതും എല്ലാം അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നതാ? ബലപ്പെടുത്തുന്നതാ. ഒരാളോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ബലപ്പെടുക. നമ്മൾ വാശിയും വൈരാഗ്യവും കോപവും ഇതൊക്കെ വെച്ച് ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യൻ ഒരിക്കലും ബലപ്പെടത്തില്ല. അവൻ ഇങ്ങനെ ഞെരുങ്ങി 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 ജീവിക്കും. വചനം വീണാലും സ്വീകരിക്കത്തില്ല. എത്ര വലിയ ആത്മസാന്നിധ്യത്തിൽ എല്ലാ ആഴ്ചയിലും വന്നാലും ഒന്നും അങ്ങോട്ട് ജീവിതത്തിൽ വ്യാപരിക്കത്തില്ല, ഒന്നും അങ്ങോട്ട് എഫക്റ്റ് അടിക്കത്തില്ല. കാരണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് നാം എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടും. ഇന്ന് ഇവിടെ മീറ്റിംഗ് വന്നിരിക്കുന്ന എല്ലാവരും നല്ലൊരു തീരുമാനം ഇന്ന് എടുക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും എൻ്റെ അകത്തെ മനുഷ്യനെ ഞാൻ ബലപ്പെടുത്തും. ആണോ? അല്ലേ? ബലപ്പെടുത്തും. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ട സ്വഭാവം വരെ മാറും. എന്തോ മാറും? സ്വഭാവം മാറും, ദേഷ്യം മാറും, നമുക്ക് ഒരു ശാന്തത വെളിപ്പെടും, ഭയങ്കര വിശ്വാസം കയറും, സ്നേഹം ഒഴുകും, പ്രത്യാശ വരും. ഈ അകത്തെ മനുഷ്യൻ ഇതെല്ലാത്തോണ്ടാണ് ഇതിന്റെ എല്ലാം പ്രശ്നം വരുന്നത്. ഈ അകത്തെ മനുഷ്യൻ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളൊരു വിഷയം വരുമ്പോൾ ആദ്യം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അനുസരിച്ചിരിക്കാം അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണോ അല്ലയോ ഇല്ലയോ. ഓരോ ഏരിയയിലെയും വിഷയം വരുമ്പോൾ ആദ്യം നമ്മുടെ ഇന്ന് എന്ത് പുറത്തെടുത്ത് ചാടുന്നോ അപ്പം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഏരിയ നമുക്ക് ഇനി എന്തുണ്ടാവണം? ചേഞ്ച് ഉണ്ടാവണം, ഇനി ബലപ്പെടണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഒരാള് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആദ്യം ചാടി പുറത്തു വരുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മുടെ പ്രതികരണോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ അകത്തെ മനുഷ്യൻ ആ വിഷയത്തിൽ എത്രത്തോളം ബലപ്പെട്ടു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇന്നോട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഏരിയയിൽ ഇനിയും എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടുത്തണം. നമുക്കറിയാം ഏത് ചാടി ആദ്യം പുറത്തു വരുന്നത്. എന്നാൽ ഒരു സമാധാനത്തിന്റെ, ഒരു സ്വസ്ഥതയുടെ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് പറയുന്നൊരു സാധനം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഏരിയ നമ്മൾ എന്തായിട്ടുണ്ട്? ബലപ്പെടും. അല്ലെങ്കിൽ മറ്റതെന്ത് അങ്ങോട്ട് ചാടി വരും മനസ്സിലായിക്കോണം നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാര്യം അങ്ങോട്ട് വന്നപ്പെടുന്നതിന് ഒരു അല്ലേലും എനിക്കറിയാം എന്ന സാധനം ആദ്യം ചാടി വരുന്നെങ്കിൽ മനസ്സിലായിക്കോണം ഇത്രയും നേരം പ്രാർത്ഥിച്ചതും ഇത്രയും നാൾ പോയതും ഇത്രയും ബുധനാഴ്ച വന്നതും ഇത്രയും ഞായറാഴ്ച വന്നതും നമ്മളെല്ലാം കേട്ടു കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും ഇത് അകത്തെ മനുഷ്യനെ കയറി എന്ത് വന്നില്ല? ബലപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതല്ല നമ്മുടെ സബ്ജക്റ്റ്, പക്ഷെ ആത്മാവിൽ അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളത്തെ മനസ്സിലാക്കി തന്നതാ. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ഏറ്റവും ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു, വിടുതൽ. പക്ഷേ ഇത് നമുക്ക് നിലനിന്ന് പോകണമെങ്കിലാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഇനി താരോട്ട് വായിച്ചു, വേഗത്തിൽ വായിച്ചു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കുവാനും. അപ്പൊ കണ്ട ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഒക്കെ മനസ്സിലാക്കി അതെല്ലാം ഓരോ നിന്ന് പറയേണ്ടതാണ്. പക്ഷെ അതല്ല ഇന്നത്തെ ദൂതിലേക്ക് വരാൻ പോവാ. വായിച്ചു. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം ഫുൾനെസ് ഓഫ് ഗോഡ്, എല്ലാ നിറവിനോളം നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മുടെ ഒരു വിഷയത്തിന്റെ വിടുതലിന് മാത്രമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരാതെ അനുനിമിഷം ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ ആരും പൂർണ്ണരായിട്ടില്ല. അത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പിടിച്ചു നിന്ന് കരുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് വീണ്ടും മുന്നോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ അങ്ങിങ്ങൊക്കെ ഓരോരുത്തർ അനുഭവിച്ചേ
കർത്താവേ, എല്ലാ എഫെസിലെ സഭയോട് ലേഖനം എഴുതുമ്പോ പറയണ, സഭയെ നിങ്ങൾ എല്ലാ നിറവോളം നിറഞ്ഞു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ എല്ലാ നിറവും എന്റെ മേലൊന്ന് നിറയ്ക്കണം. എന്നാ നല്ലൊരു ജീവിതം എന്നറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഇത് ബോറാങ്ങ അങ്ങനല്ല. ഇതൊരു ക്രിസ്തുവിൽ ഒരു നിറഞ്ഞ ഹല്ലേലൂയ ഒഴുക്കിൽ വെള്ളം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒഴുകുന്നതും ഒഴുക്കിന്റെ വെള്ളം അങ്ങോട്ട് വർദ്ധിച്ച് വെള്ളം അടിച്ചെടുത്തോണ്ട് പോകുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ ആ വെള്ളമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന പോലെ ആത്മാവ് നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ നിറവോളം നിറഞ്ഞു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ടാണ് നമ്മൾക്ക് ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഈ പ്രാർത്ഥനയുടെ അവസാനമാണ് പറയുന്നത്, എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോണം, ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഴവും നീളവും വീതിയും മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം വരാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ടാണ് ഇനി ശ്രദ്ധിച്ചോ, ഇന്ന് നിങ്ങളോടുള്ള ദൂതാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. ഓക്കേ, അവിടെ നിൽക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് കഴിയും. എന്തോ കഴിയും? അവന്റെ ശക്തിയാൽ നീ ചോദിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും നീ അത്യന്തം പരമായി. God is able. അവൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ്. ഇവിടെ വന്നിരിക്കുന്ന സകലരോടും ഇന്ന് പകൽ ദൂത് പറയുന്നു, നന്മയ്ക്കായി നിന്റെ ജീവിതത്തിൽ ഒരു അടയാളം ചെയ്യാൻ, നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കൊണ്ടുവരാൻ, നീ ചോദിക്കുന്നതിലോ നീ പ്രത്യാശിക്കുന്നതിലോ നീ സ്വപ്നം കാണുന്നതിലോ അപ്പുറമായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം ഇന്നും ശക്തനാണ്. കരമടിച്ച ദൈവത്തിന്, ചോദിക്കുന്നതിലും നിനക്കുന്നതിലും ആത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്, കരമടിച്ച ദൈവത്തിന് ഒരു ആരാധന കൊടുത്ത പകൽ. ജെറമ്യാവ് 32:27 ഹല്ലേലൂയ, സർവശക്തനായ യഹോവ ജെറമ്യാവിനോട് പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലയോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രവാചകനോട് ചോദിക്കുക, ജെറമ്യാ 32:27, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? God is able. എനിക്ക് കഴിയും. ദൈവത്തിന് എന്ത് ചെയ്യും? കഴിയും. ദൈവത്തിന് കഴിയും. ഉറക്കെ പറ, എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും ഞാൻ പ്രത്യാശിക്കുന്നതിലും ഞാൻ സ്വപ്നം കാണുന്നതിലും അപ്പുറമായി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ചിലപ്പോ ഒരു ചിന്തയുണ്ടോ, ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും, പിശാചിന് മനസ്സിലാവും. ഇത് എങ്ങനെ കഴിയുന്നത്? എന്താ ഉറപ്പ്? ആ ഉറപ്പാ ചലിക്കുന്ന ആത്മസാന്നിധ്യം, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സാധാ മനുഷ്യന് പറ്റത്തില്ല. ആത്മശക്തി വ്യാപരിക്കുന്ന, ആത്മചൈതന്യം അനുഭവിക്കുന്ന ദൈവ കുഞ്ഞിനോട് പറയുന്നു, സംഭവിക്കും. എന്തൊക്കെ ദൈവത്തിന് കഴിയും? അത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ഈ രക്ഷ എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ വിടുതലിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മാവിന്റെ രക്ഷ. ഒന്നാമത് ഉദ്ദേശിക്കുന്നത് നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് വേറെ ആർക്കുമില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന ബൈബിൾ പറയുന്നത്. മനുഷ്യന്റെ അകത്തെ അജ്ഞമല്ല. ഇന്നത്തെ കാലം സംഭവ ബഹുലമായ കാലം. നാളെ നമ്മൾ ഉണ്ടാവോ? ആർക്കും അറിയില്ല. നാളെ എന്തായി തീരുമോ? ആർക്കും അറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ചില ദിവസമായിട്ട് ഒന്ന് രണ്ട് സംഭവം എന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ പബ്ലിക്കിൽ പറഞ്ഞാൽ ഞാനത് ക്യാൻസൽ ചെയ്താൽ പ്രാർത്ഥന, അതൊന്നും വരല്ലേ എന്നുള്ള പ്രാർത്ഥിക്കുന്നത്. ലോകത്തായിട്ട് നമ്മുടെ ദേശത്തായിട്ട് എന്തും ആയിക്കോട്ടെ, അതൊന്നും വരല്ലേ, അതുകൊണ്ട് പബ്ലിക്കിൽ പറയാത്തത്. പോട്ടെ, അങ്ങനൊന്നും സംഭവം നമുക്ക് വേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ആത്മാവുണ്ട്. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന അല്ല നമ്മുടെ ജീവിതം. അകത്തൊരാത്മാവിന് രക്ഷ വേണം. ആത്മാവിന് എന്തില്ല? മരണമില്ല. ആ ആത്മാവിനെ രക്ഷിക്കാൻ ഉലകത്തിൽ ഒറ്റ വ്യക്തിക്ക് പറ്റത്തുള്ളൂ, എന്റെ ദൈവപുത്രൻ
ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്. അത് ബൈബിൾ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. ചിലർ പറയും എനിക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒരു കുറവില്ല, എനിക്ക് ദൈവത്തെ വേണ്ട. നീ അങ്ങനെ പറഞ്ഞോ, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നിന്റെ ആത്മാവിനെ രക്ഷയ്ക്ക് വേറെ ആരും രക്ഷയില്ല. അത് ഈ ഒറ്റ നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ, ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ആത്മാവിന്റെ രക്ഷ തരാൻ. അത് കർമ്മം കൊണ്ടോ ക്രിയ കൊണ്ടല്ല, നിന്റെ കർമ്മം കൊണ്ട് ക്രിയയല്ല. ആ രക്ഷിക്കുന്ന വ്യക്തി ഒരിക്കലായി എന്നേക്കുമായി ഒരു കർമ്മം ചെയ്തു, കാൽവരിയിൽ പരമയാഗമായി അവസാനത്തുള്ളി രക്തം വരെ ഒരുക്കി തന്നു. അതാ എബ്രായർ 7:25 വായിച്ച്. എബ്രായർ 7:25, ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 25. ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ദൂതിലേക്ക് വീണ്ടും കയറാം. എബ്രായർ 7:25 വാക്യം. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതാ ഇന്നത്തെ മെസ്സേജ്. പ്രാപ്തനായ ദൈവം, ഗോഡ് ഈസ് ഏബിൾ, കഴിയുന്ന ദൈവം. ദൈവത്തിന് പ്രാപ്തിയുണ്ട് നമ്മെ രക്ഷിപ്പാൻ, ദൈവത്തോട് അടുക്കുന്നവരെ. കാരണം എന്താ പറയാ, ജീവനോടെ ഇന്നും പിതാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. അതായത് ഇവിടുത്തെ ഞങ്ങൾ ഇനിയിപ്പോ പോട്ടെ, ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാര് നിങ്ങളെ മറന്നാലും നമ്മളെ ആര് മറന്നാലും സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പുത്രനായ യേശു ക്രിസ്തു തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു നല്ല കർത്താവ്. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് താൻ മുഖാന്തരമായി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി പിതാവാം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ എന്നും ജീവിക്കുന്നവനായാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ഏത് പാപിയെയും ഏത് അവസ്ഥയിൽ കിടക്കുന്നവനെയും പാപികളായിരിക്കുമ്പോൾ തന്നെ അവന്റെ രക്തത്താൽ നമ്മെ രക്ഷിക്കുന്ന നല്ല ഒറ്റക്കാരിയോളം അവന്റെയൊക്കെ അടുത്തേക്ക് വന്നാൽ അവരെ ദൈവം രക്ഷിക്കും. അതിന് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കഴിയും. ഗോഡ് ഈസ് ഏബിൾ. ദൈവം പ്രാപ്തനാണ്. ദൈവത്തിന് കഴിയും. 2, ദൈവത്തിന് കഴിയുന്നത് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തെ പൂർത്തീകരിപ്പാൻ ദൈവത്തിന് കഴിയും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തെ പൂർത്തീകരിപ്പാൻ ദൈവത്തിന് കഴിയും. അത് ഇന്ന് പകൽ വിശ്വസിക്കുക. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നിറവേറ്റാൻ ദൈവത്തിന് കഴിയും. അതിന് അനുഗ്രഹമായ ഒരു വാക്യം വായിച്ചേ. 2 കൊരിന്ത്യർ 1:20 വായിച്ചേ. 2 കൊരിന്ത്യർ 1:20 വായിച്ചേ. 2 Corinthians chapter 1 verse 20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അവനിൽ എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിൽ എന്താണ്? ആമേൻ. അങ്ങനെ തന്നെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. നിന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഉറക്കെ പറ, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിപ്പാൻ ദൈവം പ്രാപ്തനാണ്. ഗോഡ് ഈസ് ഏബിൾ. ദൈവം പ്രാപ്തനാണ്, കഴിയുന്ന ദൈവമാണ്. ഇന്ന് പകൽ നടക്കത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ബൈബിൾ ഉടനീളം നമുക്ക് അറിയാവുന്ന ഒരു സംഭവം പറഞ്ഞിട്ട് പോയി രണ്ടാമതൊരു സംഭവത്തിലേക്ക് വരാം. ഹല്ലേലൂയ. പെട്ടെന്ന് റോമർ 4:17-21 വരെ ഒന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിനു തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അബ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രാം വിശ്വസിച്ചു. ആരിൽ വിശ്വസിച്ചു? മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും. ദൈവം ഇറങ്ങി തിരിച്ചപ്പോ വാഗ്ദത്തം പറഞ്ഞു, തലമുറകൾ തരും, നിന്റെ തലമുറയായിരിക്കും, സന്തതി പരമ്പരായിരിക്കും, ദേശ
ശേഷം അവകാശം പറയുന്നു. പക്ഷെ തലമുറയൊന്നും കാണുന്നില്ല. വയസ്സ് ചെല്ലുന്നു, 100ഓളം വയസ്സായി, ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചു, യാത്രകളൊക്കെ നടത്തി, കുറച്ച് നന്മയൊക്കെ കിട്ടി. പക്ഷെ വാഗ്ദത്തങ്ങളുടെ കാര്യങ്ങളിൽ പൂർത്തീകരണം വന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുമ്പോഴും അബ്രാം വിശ്വസിച്ചത് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവത്തെങ്കിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ആരാന്നറിയാം? മരിച്ചതിനെ എന്ത് ചെയ്തിരിക്കണം? ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഡെഡായി സിറ്റുവേഷൻ നീ നടക്കത്തില്ലെന്ന് പറയുന്നതിനെ ജീവൻ നൽകാൻ പറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, പക്ഷെ ഉള്ളതുപോലെ ശൂന്യത എന്ന് വിളിച്ചു വരും. ഹല്ലേലൂയ. ഇപ്പൊ ഒരാള് എന്ന് വിളിച്ച് ഇപ്പം ഹല്ലേലൂയ എന്താ പറഞ്ഞ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇല്ലാത്ത വേറൊരാളുടെ പേര് പറയുന്നു. ഇപ്പൊ ഉദാഹരണം ഒരു ചാക്കോ, ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചോ. ഇപ്പൊ ചാക്കോ എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് വിളിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ? തുറന്ന മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ചാക്കോ എന്ന് പറയുന്ന ബദർ പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്ക് വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു ഇല്ലാത്തൊരു സംഭവം, പക്ഷെ കർത്താവ് വിളിച്ച ഒരെണ്ണം ഉണ്ടാവും. ഹല്ലേലൂയ. മരിച്ചതിനെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കും. ഹല്ലേലൂയ. ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പേര് വിളിക്കുന്ന പോലെ നിന്റെ ശൂന്യത മധ്യത്തിലും ഉള്ളതുപോലെ വിളിച്ചു വരുത്തി നിനക്ക് തരാൻ കഴിവുള്ള കരുത്തുറ്റ വിശ്വസ്തനായ ദൈവത്തെ വിളിക്കുന്നത്. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചേ. മനസ്സിലായോ? വെളിപ്പാട് മനസ്സിലായോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറയുന്നതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ മനുഷ്യതിനെ ജീവിപ്പിക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകലും ജീവിക്കുന്നു. കരമടിച്ച് മറ്റ് ചിന്തകളെല്ലാം ഒന്ന് മാറ്റിവെച്ച് ഒരു മിനിറ്റ് ഒന്ന് ആത്മാവിൽ കരമടിച്ചെന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് അന്യഭാഷയെ പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ചവർ അന്യഭാഷ അടയാള സഹിതം ചെന്ന് ജീവിച്ചു വരട്ടെ. ഇല്ലാത്തത് ഉള്ളതുപോലെ, ഇല്ലാത്തത് ഉള്ളതുപോലെ. Come on, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. Mala matala bashambara melka tatara matara matara ma lal mata sete bal mata melka tasata babala ba shebe baba baba al mata tala batala baba യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ കരമുയർത്തി പ്രാർത്ഥിച്ച കർത്താവേ, ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവേ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ചിലത് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക വിഷയത്തിൽ ചിലതൊക്കെ വിളിച്ചു വരുത്തി. യെസ്, വരുന്നു വരുന്നു വരുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷയില്ലാത്ത കാടകൾ കടലിൽ നിന്ന് പറന്നെത്തുന്ന പോലെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കരത്തിലേക്ക്, നിന്റെ തലമുറയുടെ ജീവിതത്തിലേക്ക് ചിലതൊക്കെ വിളിച്ചു വരുത്തി. പ്രാപിച്ചോ? എന്തോ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലരെ തൊടുകയാണ്. ഇല്ലാത്തത് ഉള്ളതുപോലെ, ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. ആരത്തിൽ പാലും ശൂന്യമായിരുന്നു, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചങ്ങൾ ഉണ്ടായി, സസ്യവിരാദികൾ ഉണ്ടായി, മൃഗസമ്പത്തുകൾ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന പോലെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ചിലത് വിളിച്ചു വരുത്ത നിന്റെ ഭാവിക്കായി, നിന്റെ തലമുറയ്ക്കായി, നിന്റെ കുടുംബത്തിനായി. ഇല്ലാത്തത് ഉള്ളത് പോലെ വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മകത്തെ കാണൂ. ദൈവം വിശ്വസ്തനാണ്. God is able. അവൻ പ്രാപ്തനാണ്. ദൈവത്തിന് കഴിയും. പ്രിയരെ, അടയാള സഹിതം ദൈവം വെളിപ്പെടുത്തും. ഞാൻ ഈ മെസ്സേജിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടൊരു ദൂത് പറയാൻ പോവാം. ഇതുവരെ പറഞ്ഞു വന്നതല്ല, അതിന്റെ അപ്പുറത്ത് കയറി ഒരു പെട്ടെന്ന് ഒരു പ്രകാശം ലഭിച്ച് പറയാൻ പോവാം. ബൈബിളിൽ ഒരു വചനമുണ്ട്,
ഇങ്ങനെ എടുത്താലും മതി. സങ്കീർത്തനം 75:10. ബൈബിൾ എന്തോ പറയുന്നത് അറിയാം? സങ്കീർത്തനം 75:110. സങ്കീർത്തനം 75:10. ദുഷ്ടന്മാരുടെ കൊമ്പൊക്കെ ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ കൊമ്പൊക്കെ ഞാൻ, നീതിമാന്റെ കൊമ്പൊക്കെയോ, ദുഷ്ടന്റെ കൊമ്പ് ഞാൻ എന്ത് ചെയ്യും? ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. ആ വെളിപ്പാടൊന്ന് വിശകലനം ചെയ്തു തരാം. ചില സമയത്ത് ഇലക്ട്രിസിറ്റി ഓഫ് ആയിരുന്നത് എന്തിനാണെന്നറിയാമോ? പ്രത്യേകിച്ച് ഇനി ഈ ദിവസങ്ങളെല്ലാം കാണും. ലൈൻ കമ്പിയിലോട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന കൊമ്പുകളെല്ലാം എന്ത് ചെയ്യുക? എങ്കിലേ കറക്റ്റ് കറണ്ട് പോകത്തുള്ളൂ, ലൈൻ കറക്റ്റായിട്ട് ക്ലിയർ ആകത്തുള്ളൂ. തടസ്സങ്ങൾ മാറ്റുക. നമ്മളൊക്കെ ഈ മഴ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലേക്കും റോഡിലേക്കൊക്കെ ചരിഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൊപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും? അത് നിന്നാൽ മെനക്കേടാ, അത് നിന്നാൽ നമുക്ക് തടസ്സമാ, അത് നിന്നാൽ ചില തടസ്സങ്ങളുണ്ട്. ഇതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് ശത്രു പടർത്തി വെച്ചിരിക്കുന്ന രോഗങ്ങൾ, കടബാധ്യതകൾ, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ദുഷ്ടന്റെ കൊമ്പുകളൊക്കെ ദൈവം മുറിച്ചു കളയാൻ പോയാ, കട്ട് ഓഫ് ചെയ്യാൻ പോയാ. കട്ട് ഓഫ്. ദുഷ്ടന്റെ കൊമ്പുകൾ ദൈവം മുറിച്ചു കളയും. പ്രിയരേ, ഒരു ദൈവദാസ നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ ചുരുങ്ങിയ കൂട്ടം ഈ ബുധനാഴ്ച ഞാൻ പറഞ്ഞില്ല, ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ ദൈവം ചെയ്യാൻ പോവാ. ഞാൻ ഇന്നേ വരെ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേ വരെ ഈ ദൂത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു ഞായറാഴ്ചയും പറഞ്ഞിട്ടില്ലെന്ന് തോന്നേ. ഞാൻ ഇന്ന് ഈ ബുധനാഴ്ച ആത്മാവി പ്രഖ്യാപിക്കുന്നു, ചില കൊമ്പ് ദൈവം കട്ട് ഓഫ് ചെയ്യാൻ പോയാ. നിന്റെ കുടുംബത്തിന്റെ മീതെ, നിന്റെ തലമുറയ്ക്ക് മീതെ വളർന്നു പന്തലിച്ച ഇരുട്ടിന്റെ, ദുഷ്ടന്റെ, രോഗത്തിന്റെ, ശാപത്തിന്റെ, കടഭാരത്തിന്റെ, വരിയടച്ചതിന്റെ, അസമാധാനത്തിന്റെ, അസ്വസ്ഥതയുടെ കൊമ്പുകൾ മുറിക്കുന്നു. Lord, I pray and I cut off that. I declare and decree, let the move of the Holy Spirit. ദുഷ്ടനെല്ലാം കട്ടാകട്ടെ, നിന്റെ ശരീരത്തിന് കട്ടാകട്ടെ. ചില ദുഷ്ടം വെച്ച രോഗങ്ങൾ കട്ട് ഓഫ്. വാ 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 വാ. ശംദര ജബര 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 ശംദ ജബര 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 ശംദബരം ദബരം ജാദര ശംദ ജാല ഹന്ദ ദാബ ശംദ ജാല ഹന്ദര ഹാല ഹട്ട ജാല ഹന്ദ ജാല ശാബല വട്ട താവല ബംബ ബംബ ബാബ ശാബൽ ബാല ഹന്ദ ബാബ ചന്ദല വട്ടം സാബല ബൗണ്ട. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭാവിയിലേക്ക് വളർന്നു പന്തലിച്ച ദുഷ്ടന്റെ കൊമ്പുകളൊക്കെ സൈന്യങ്ങളുടെ യഹോവ മുറിച്ചു കളയുന്ന മണിക്കൂറുകളോ. ഓ ജീസസ്. ചിലത് കട്ട് ഓഫ്. ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദുഷ്ടന്റെ എല്ലാ കൊമ്പുകളും ലൈഫിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കട്ട് ഓഫ് ആവട്ടെ. പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. കർത്താവേ, തന്റെ മകന്റെ ജീവിതത്തിൽ ശത്രു പടർന്നു വന്നിരിച്ച ദുഷ്ടന്റെ കൊമ്പുകളെല്ലാം മുറിച്ചു മാറ്റട്ടെ. ഓ ദുഷ്ടന്റെ കൊമ്പൊക്കെ ഞാൻ മുറിച്ചു കളയും, പക്ഷെ നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കോ. നിന്റെ കൊമ്പ് ഉയരാൻ പോകുകയോ. നിന്റെ മേലുള്ള ദുഷ്ടന്റെ കൊമ്പ്
കൊമ്പുകൾ അഴിയുന്നു. കട്ടോ പ്രാർത്ഥിരെ. ശത്രു നിന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന രോഗത്തിന്റെ കൊമ്പുകൾ കട്ടാപ്പാട്ട് മുറിയപ്പെട്ടു മാറണം. എന്തോ വ്യത്യസ്തമായി ദൈവം ഇത് ചലിക്കാൻ പോവാ. നിങ്ങൾ ഇന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് പോയിക്കോ. ഒരു ദൈവദാസന്റെ ഹൃദയം തുറന്നാ ഞാൻ സംസാരിക്കുന്നത്. ചില ജീവിതത്തിൽ നിന്ന് ചിലത് കട്ട് ഓഫ് ആവാൻ പോവാം. നമ്മൾ ഈ വീട്ടിലൊക്കെ അത്യാവശ്യം കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഈ കൃഷി ചെയ്തിട്ട് അതിന്റെ മേളിൽ ചില വലിയ മരം ഉണ്ടെങ്കിൽ നമ്മൾ നാടൻ ഭാഷ പറയും ഈ ചൂടല എന്ന് പറയും. അതിന് നമ്മൾ എന്ത് ചെയ്യും? വെട്ടുകാരനെ കൊണ്ടുവന്നത് വെട്ടിക്കളയുമ്പോൾ താരെ നിൽക്കുന്നത് വളർന്നു പൊങ്ങും. മനസ്സിലായോ? അതിന് വെയിലൊക്കെ കിട്ടും എന്ന് പറയുന്ന പോലെ ദുഷ്ടന്റെ കൊമ്പ് വെട്ടി മാറുമ്പോൾ നിന്റെ കൊമ്പ് ഉയരും. കട്ട് ഓഫ് ആവുക. യേശുവിന്റെ നാമത്തിൽ. എന്തോ ഞാൻ അത്ര ധൈര്യത്തോടെ പറയുന്നത്. ഇനിയിപ്പോ ഓരോരുത്തർ തലേ കൈവച്ചില്ലെന്നേ ഉള്ളൂ. എല്ലാരോടും പറയാ, ഈ ദിവസങ്ങളിൽ ചില ദുഷ്ടന്റെ കൊമ്പ് കട്ട് ഓഫ് ആവാൻ പോവാ, മുറിച്ചു കളയാൻ പോവാ ദൈവം. അത് രോഗത്തിന്റെ, കടബാധത്തിന്റെ, അസമാധാനത്തിന്റെ, അസ്വസ്ഥതയുടെ എന്തു കൊമ്പും ആയിക്കോട്ടെ. ശക്തമായ ദൈവാത്മാവ് ഈ മണിക്കൂറിൽ തന്നൊരു ദൂത പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിനോട് ഒന്നുകൂടെ പ്രാർത്ഥിക്കും. ഇത് കട്ട് ഓഫ് ആവാൻ പോവാ. എന്തൊക്കെയോ ചിലത് ദൈവം എന്ത് ചെയ്യാൻ പോവാ? ഓഫാക്കാൻ പോവാ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അത് തന്നെ എനിക്ക് എന്തോ അത് പെട്ടെന്ന് സംഭാഷണം പറഞ്ഞു. ഇന്ന് ചില അടയാളങ്ങൾ സഹിതം വെളിപ്പെടും. സത്യം പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്ക് കയറിയപ്പോൾ ഇപ്പം ഇരുന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. കറണ്ട് ഒരു മിനിറ്റ് വന്ന് 2 മിനിറ്റിലേക്ക് കറണ്ട് കട്ട് ഓഫ് ആയി. അത് അപ്പരെ മനസ്സിലാക്കി ഒരു അടയാളം കാണിച്ചതാ. ചിലതൊക്കെ കട്ട് ഓഫ് ആക്കാൻ, ചിലതൊക്കെ ദൈവം മുറിച്ചു കളയാൻ, ദുഷ്ടന്റെ കൊമ്പുകളെ മുറിച്ചു കളയാൻ ദൈവം ചില അടയാളങ്ങൾ കാണിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ദൈവം ചില അടയാളങ്ങൾ കാണിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ സയൻസുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അടയാളം തുടങ്ങി. ഇന്ന് വിശ്വസിച്ച ചിലർ അടയാള സഹിതം വിടുതൽ കാണാൻ പോയാ. ദുഷ്ടന്റെ വളർന്നു പൊങ്ങിയ കൊമ്പുകൾ ഈ 2024 6-ാം മാസം 19-ാം തീയതി നിന്നോട് ദൈവാത്മാ പറയുന്നു, ഇത്രയും വർഷം, ഇത്രയും മാസം നിന്റെ കുടുംബത്തിന്റെ മീതെ, നിന്റെ ഭാവിക്ക് മീതെ, നിന്റെ തലമുറയ്ക്ക് മീതെ, നിന്റെ ജീവിത അനുഭവങ്ങൾക്ക് മീതെ വളർന്നു പൊങ്ങിയ ദുഷ്ടന്റെ കൊമ്പുകൾ ദൈവം കട്ട് ഓഫ് ആകുന്നു. അത് മുറിച്ചു മാറ്റുന്നു. അത് മുറിച്ചു മാറ്റുമ്പോ നീതിമാനായ, രക്തത്തിന്റെ വിലയായ നിന്റെ കൊമ്പ് ഉയരും. നിന്റെ തലയെ ദൈവം ഉയർത്തും. പ്രാപിച്ചു, പ്രാപിച്ചു, ആരാധിച്ചു, പ്രാപിച്ചു, ആരാധിച്ചു, പ്രാപിച്ചു. Receive it. ആരാധിക്കേണ്ടവർ ആരാധിച്ചോ, സ്തുതിക്കേണ്ടവർ സ്തുതിച്ചോ. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ.
അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തിയ എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, നിന്റെ ദാസനെ കൂടെ ഈ ദൂത് ഞാൻ കേട്ടു. എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിനും തലമുറയും ഉയരാൻ പറ്റാതെ ശത്രു വെച്ച ചില കൊമ്പുകളുണ്ട്. അത് ദൈവം കട്ട് ഓഫ് ചെയ്യണം, മുറിച്ചു മാറ്റണം. പ്രാർത്ഥിച്ച എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ജീസസ് വിളിച്ച്. എങ്ങനെ വേണം കരമുയർത്തിയോ മുഴങ്കാലേലോ നെഞ്ചത്തോട്ട് കരം വെച്ചോ എങ്ങനെയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ചിലത് കട്ട് ഓഫ് ആണ്, എന്റെ തലമുറ ഉയരണം. കുറച്ചു നാളായി ചില സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നു. ആ ദുഷ്ടന്റെ കൊമ്പ് കട്ട് ഓഫ് ആവണം. ചിലതൊരു വർധന വെളിപ്പെടണം. ഇന്ന് പകൽ എന്നിട്ട് നിന്റെ കൊമ്പ് ദൈവം ഉയർത്തും. ഉള്ളു തുറന്ന് യേശുവേ എല്ലാവരും പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മനസ്സിൽ നിയോഗം കിട്ടുന്ന വിഷയം പ്രാർത്ഥിച്ചേ. യേശുവേ എങ്ങനെ സംഭവിക്കട്ടപ്പാ. യേശുവിൻ നാമത്തിൽ അടയാള സഹിതം ചിലത് വെളിപ്പെടട്ടെ. ചില ആര്യത്തെ ദൈവം തൊടുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ കട്ട് ഓഫ് ആയെന്ന അടയാളം. ചിലത് നിങ്ങൾ ഭാരപ്പെടണ്ട. ചിലതൊക്കെ അതിന്റെ ബന്ധനം അഴിഞ്ഞെന്ന് തെളിയിക്കുന്ന അടയാള സഹിതം വെളിപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ദൈവം ഭയങ്കര ദൈവപ്രവൃത്തിയാ ചെയ്യുന്നത്. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്ത ഉള്ളതുപോലെ വിളിച്ചു വന്ന ദൈവത്തിൽ അബ്രഹാം പിതാവ് വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത് അതിന്റെ 19, 20, 21 മാത്രം ഒന്ന് വായിച്ചേ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ, ശ്രദ്ധിച്ചോളാം, 100 ദൈവത്തിന് കഴിയോ ഇല്ലയോ? 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. വാഗ്ദത്തം ചെയ്തവന് പൂർത്തീകരിക്കാൻ കഴിയും. വിശ്വസിച്ചു. ഒന്നുമില്ലാത്തവനെ ബഹുജാതികളുടെ പിതാവാക്കി ദൈവം മാറ്റി. നാം ചോദിക്കുന്നതിനും നിനക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് എന്ത് ചെയ്യും? കഴിയും. ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് മാത്രം പ്രേയറിലോട്ട് കയറാം. ഒത്തിരി കാര്യമുണ്ട്. ദൈവത്തിന് നമ്മുടെ പരീക്ഷണങ്ങളിൽ, വേദനകളിൽ നമ്മെ സഹായിക്കാൻ കഴിയും. കുറേ കാര്യങ്ങളുണ്ട്. 1-2 കാര്യം മാത്രം ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോകാം. അടുത്തത് എബ്രായർ 2:18 ഒന്ന് വായിച്ച്. എബ്രായർ 2:18. നമ്മുടെ വേദനകൾ, പരീക്ഷണത്തിൽ, സഫറിങ്ങിന് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കഴിവുള്ള ദൈവമാണ്. നമ്മുടെ പരീക്ഷകളിൽ ദൈവം നമ്മെ എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാൻ പറ്റും. അടുത്തത് യൂദ 1:24. യൂദ 1 എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ. 24-ാമത്തെ വാക്യം, യൂദ 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. കണ്ടോ, ഈ ഭൂമിയിലെ വിടുതൽ മാത്രമല്ല, ഈ ഭൂമി മനുഷ്യനെ ആത്മരക്ഷ നൽകാൻ, സൗഖ്യം നൽകാൻ, വിടുതൽ നൽകാൻ, അവന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രതിസന്ധി കിടക്കുമ്പോൾ പുറത്തു കൊണ്ടുവരാൻ, അവനോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കാനൊക്കെ ദൈവം കഴിവുള്ളവനാണ്. അത് മാത്രമല്ല,
വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കട്ടിയുള്ളവന്. അത് യൂദ പറയുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസും കൂടെ പറയുന്നുണ്ട്. 2 തീമോത്തിയോസ് 1:12 അതുകൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇന്നൊരു നിയോഗത്തിൽ പ്രയറിലോട്ട് കയറുക. 2 തീമോത്തിയോസ് 1:12 2 തീമോത്തി chapter 1 verse 12 അതൊന്ന് എടുത്ത് വായിച്ച് എല്ലാവരും ഒന്ന് എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇനി വായിച്ചു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ ക്രിസ്തുവിന്റെ നാളോളം ആ നിമിഷം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. കേട്ടോ, നമ്മുടെ പിതാക്കന്മാർ അപ്പോസ്തലന്മാർ ഉറച്ച ഉറപ്പ് കണ്ടോ. അന്ത്യനാള് വരെ കാക്കാൻ അവൻ വിശ്വസ്തൻ. യൂദ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ കാത്ത് അങ്ങ് മഹിമാസനത്തിൽ നിർത്താൻ കഴിവുള്ള ദൈവം. അപ്പൊ ദൈവത്തിന് എന്തൊക്കെ കഴിയുമെന്ന് അറിയാമോ? ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിന്ന് പാപത്തിൽ കിടന്ന നമ്മെ രക്ഷിച്ച് നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെ കൂടിരുന്ന് പരീക്ഷയോടുകൂടി പോക്കുവരി നടത്തി നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ സാധ്യതയില്ലെങ്കിലും പൂർത്തീകരിപ്പാൻ കഴിയുന്ന ദൈവം അത് പൂർത്തീകരിച്ച് അങ്ങ് നിത്യതയിൽ ദൈവസന്നദ്ധയിൽ നിന്നെ ഒരുക്കി നിർത്താൻ, അന്ത്യനാൾ വരെ നിർത്താൻ കഴിവുള്ള ദൈവം. ആ ദൈവത്തിന്റെ വചന പറഞ്ഞ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ രക്ഷയുടെ അനുഭവം മുതൽ ജീവിതത്തിന്റെ പ്രതിസന്ധി, ജീവിതത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വിടുതലുകൾ എല്ലാം ചെയ്ത് അപ്പന്റെ സന്നദ്ധിയിൽ വരെ നിന്നെ നിർത്താൻ കഴിവുള്ള ദൈവം. ഇതുപോലൊരു നേതാവ് ലോകത്തിൽ എവിടെയുണ്ടോ? ഇതുപോലൊരു ദൈവം ഉണ്ടോ? ദൈവം എന്ന് പറയുന്നതിന് പോലും ഏതെങ്കിലും ഒരു വിഷയത്തിന് അത്ഭുതം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ ചിലർ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. അത് പക്ഷെ ഇതുപോലെ ചെയ്യുന്ന ആരുമില്ല. നിന്നെ രക്ഷിക്കുകയും നിന്റെ പ്രശ്നത്തിൽ കൂടിരിക്കുകയും അവിടെ ഇറങ്ങി വരികയും ഹല്ലേലൂയ നിന്നെ വിടുവിക്കുകയും നിന്നോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കുകയും അത് മാത്രമല്ല, നീ മരിച്ചു കഴിഞ്ഞും നിന്റെ ആത്മാവിനെ ദൈവസന്നദ്ധിയിൽ നിർത്താൻ കഴിവുള്ള ഒരു മഹാദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്.